നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ വിജയൻ ഉൾപ്പെട്ട CMRL എക്സാലോജിക് കേസിൽ ഇന്നലെ പുറത്തുവന്ന വൻ സാമ്പത്തിക ഇടപാട് വിവരങ്ങൾക്ക് പിന്നാലെ അന്വേഷണം മറ്റൊരു നിർണായക വഴിയിലേക്ക്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ, ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് ED ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. വീണയ്ക്ക് കൂടുതൽ കമ്പനികളിൽ പങ്കാളിത്തമുണ്ടോ എന്നതിനെക്കുറിച്ചും വിദേശ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ED വിശദമായി പരിശോധിച്ചു വരികയാണ്. വരുമാനത്തിനപ്പുറം വീണ വലിയ തോതിൽ പണം കൈകാര്യം ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. കേസുമായി ബന്ധപ്പെട്ട് ഓണത്തിന് ശേഷമായിരിക്കും ED ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുക എന്നാണ് സൂചന. വീണയ്ക്കും മുഹമ്മദ് റിയാസിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഉടൻ തന്നെ ചോദ്യം ചെയ്യലിനായി ED നോട്ടീസ് നൽകിയേക്കും. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി ശക്തമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കേരളത്തിലും ബംഗളൂരുവിലുമായി ഇതിനോടകം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വീണ വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടെ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ലേക്കർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരിശോധിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ. ഇതിനിടെ വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കവും ED നടത്തുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. അതായത്, അന്വേഷണ സംഘം ഇതിനകം ശേഖരിച്ച ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക രേഖകളും തമ്മിൽ താരതമ്യം ചെയ്ത് കൂടുതൽ വ്യക്തത തേടുകയാണ്. വീണ വിജയന്റെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായി പറയുന്ന ഒരു സിം കാർഡാണ് ഇപ്പോൾ EDയുടെ ശ്രദ്ധാകേന്ദ്രം. ഈ സിം കാർഡ് മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നതെന്നും അത് വൈഫൈ റൂട്ടറിൽ ഉപയോഗിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. എന്നാൽ അതിലും പ്രധാനപ്പെട്ടത് മറ്റൊന്നാണ്. ഈ ഫോൺ നമ്പറിന് ഒരു DYFI നേതാവുമായി ബന്ധമുണ്ടോ എന്ന കാര്യമാണ് ED ഇപ്പോൾ പരിശോധിക്കുന്നത്. സിം കാർഡിന്റെ യഥാർത്ഥ ഉപയോക്താവ് ആരായിരുന്നു? വീണ വിജയൻ തന്നെയാണോ ഇത് ഉപയോഗിച്ചത്, അതോ മറ്റാരെങ്കിലും ഉപയോഗിച്ചിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക ഇടപാടുകളും തമ്മിൽ ബന്ധമുണ്ടോ എന്നതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അന്വേഷണം ഒഴിവാക്കുന്നതിനായി മറ്റൊരാളുടെ, നന്ദുലാലിന്റെ പേരിലുള്ള സിം കാർഡും വൈഫൈ റൂട്ടറും ഉപയോഗിച്ച് ഇന്റർനെറ്റ് കോളുകൾ ചെയ്തതായി ED സംശയിക്കുന്നു. വിദേശത്തേക്ക് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് നിലവിലെ PMLA കേസിനു പുറമെ ഫെമ കേസുകൂടി രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിലാണ് ED. ഫെമ പ്രകാരം നടപടി സ്വീകരിക്കാമോ എന്നതിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകാവുന്ന ഒരു സംശയം ഫെമ എന്താണെന്നും നടപടികൾ എന്താണെന്നും ആയിരിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 ആണ് ഫെമ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയക്കുന്നത്, വിദേശത്തു നിന്ന് പണം സ്വീകരിക്കുന്നത്, വിദേശ കറൻസി കൈവശം വയ്ക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്ക് നിയമപരമായ നിയന്ത്രണങ്ങളുണ്ട്. ഇവിടെ EDയുടെ സംശയം പ്രധാനമായും 85 ലക്ഷം രൂപ ദുബായിലേക്ക് എങ്ങനെ പോയി, ആരാണ് അയച്ചത്, എന്തിനാണ് അയച്ചത്, ബാങ്കിംഗ് ചാനൽ വഴിയാണോ അതോ ഹവാല വഴിയാണോ എന്നതിലാണ്. EDയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ പണമിടപാടിന്റെ റൂട്ടാണ് പരിശോധിക്കുന്നത്. ഫെമ വയലേഷൻ കണ്ടെത്തിയാൽ ഷോക്കോസ് നോട്ടീസ് നൽകും. ബന്ധപ്പെട്ട വ്യക്തിയോട് ഈ ഇടപാട് ഫെമ ലംഘനമല്ലെന്ന് എന്തുകൊണ്ട് പറയണം എന്ന രീതിയിൽ വിശദീകരണം ആവശ്യപ്പെടാം. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുമ്പാകെ ആയിരിക്കും നടപടി. നിയമപരമായ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ അധികാരപ്പെടുത്തിയ സമിതിയാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം, പാപ്പരത്വ നിയമം, ബെനാമി ഇടപാടുകൾ തടയൽ നിയമം തുടങ്ങിയവ പ്രകാരം സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിനോ തർക്കങ്ങൾ പരിഹരിക്കുന്നതിലോ തീരുമാനമെടുക്കുന്നത് ഇത്തരം അതോറിറ്റികളാണ്. ഈ അതോറിറ്റി രേഖകളും വിശദീകരണങ്ങളും പരിശോധിച്ച് ലംഘനം നടന്നോ എന്ന് തീരുമാനിക്കും. ഫെമ ലംഘനം തെളിഞ്ഞാൽ പിഴ ചുമത്താൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ചില സാഹചര്യങ്ങളിൽ വിദേശ നാണയവുമായി ബന്ധപ്പെട്ട തുകയുടെ പല മടങ്ങ് വരെ പെനാൽറ്റി വരാം. ഇടപെടലിന്റെ സ്വഭാവമനുസരിച്ച് ബന്ധപ്പെട്ട വിദേശ നാണയമോ സ്വത്തോ സംബന്ധിച്ച നടപടികളും ഉണ്ടാകാം. പക്ഷേ ഇത് ഫെമ മാത്രം സംബന്ധിച്ച നടപടിയാണോ അതോ ഹവാല ആരോപണവുമായി കൂടി ബന്ധപ്പെടുമോ എന്നതാണ് കേസിൽ കൂടുതൽ നിർണായകം. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ED ഇതുവരെ ഫെമ വയലേഷൻ അന്തിമമായി കണ്ടെത്തിയിട്ടില്ല. നിയമോപദേശം തേടുന്ന ഘട്ടത്തിലാണ്. ഏതായാലും അന്വേഷണം ഇനി CMRൽ നിന്ന് എക്സാലോജിക്കിലേക്കുള്ള പണമിടപാടിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന സൂചന തന്നെയാണ് പുറത്തുവരുന്നത്. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനവും ഇപ്പോൾ EDയുടെ അന്വേഷണ പരിധിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 27 നടത്തിയ റെയ്ഡുകളിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് എഴുതിവെക്കപ്പെട്ട ചില നിർണായക രേഖകൾ ED കണ്ടെടുത്തിരുന്നു. വീണയും റിയാസിന്റെ സുഹൃത്തുക്കളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ഈ രേഖകളിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. വരുമാന സ്രോതസ്സിന് അപ്പുറമായി ഏതാണ്ട് 20 കോടിയോളം രൂപയുടെ ഇടപാടുകൾ ഇവർ കൈകാര്യം ചെയ്തതായി വ്യക്തമായിട്ടുണ്ട്.
കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ ചില ഹവാല ബന്ധങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വരുമാന സ്രോതസ്, സ്വത്ത് വിവരങ്ങൾ, അവർ ഉപയോഗിച്ച വിവിധ ഫോണുകൾ, സിമ്മുകൾ എന്നിവയും ഇ ഡി പരിശോധിക്കുന്നുണ്ട്. വീണയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട കമ്പനിയെന്നാണ് രേഖകളിലെങ്കിലും ഇതൊരു കടലാസ് കമ്പനിയാണെന്നാണ് ഇ ഡിയുടെ നിഗമനം. ഈ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 15 ലക്ഷത്തോളം രൂപ ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട്. CMRൽ നിന്ന് വീണയ്ക്ക് ലഭിച്ച 2.78 കോടി രൂപയുടെ ഒരു വിഹിതമായിരിക്കാം ലേക്കർ ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് എന്നാണ് ഇ ഡി വിലയിരുത്തുന്നത്. ഇതിനു പുറമെ വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിലെ 1 ലക്ഷത്തോളം രൂപയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 25,000 രൂപയും ഇ ഡി മരവിപ്പിച്ചു. വീണയുടെ കഴിഞ്ഞ 15 വർഷത്തെ ബാലൻസ് ഷീറ്റുകളും മറ്റ് സാമ്പത്തിക വിവരങ്ങളും ഇ ഡി ശേഖരിച്ചു വരുന്നു. വീണയുടെ കൈപ്പടയിൽ എഴുതിയ കുറിപ്പുകളും ഡയറികളും കണ്ടെടുത്തതിനെ തുടർന്ന് അന്വേഷണം വിദേശ പണമിടപാടുകളിലേക്കും ഹവാല ബന്ധങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെയും വീണയുടെയും എക്സാലോജിക്കിന്റെയും അക്കൗണ്ടുകളിലെ പണം ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡിക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് കേരള ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. SFIO കോർപ്പറേറ്റ് തട്ടിപ്പിന് കേസ് ഫയൽ ചെയ്തതിനാൽ ഇ ഡിയുടെ നടപടികൾ നിയമപരമായി നിലനിൽക്കുമെന്നാണ് കോടതി നിരീക്ഷണം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഗുരുതരമായ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ഇ ഡിക്ക് നിയമപരമായി അധികാരമുണ്ട്. അന്വേഷണം ശക്തമായതോടെ CPIM വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലാണ്. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം രാഷ്ട്രീയ വേട്ടയാടലാണെന്നാണ് CPIM ആവർത്തിക്കുന്നത്. CMRൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിക്ക് നൽകിയതിൽ മാത്രം അന്വേഷണം നടത്തുകയും മറ്റുള്ളവർക്കെതിരെ അന്വേഷണം നടത്താതിരിക്കുകയും ചെയ്യുന്നതിനെയും CPM മുഖപത്രം ചോദ്യം ചെയ്യുന്നു. CPMനെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കാമെന്ന ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അത് ചരിത്രത്തെ അറിയാത്തവരുടെ കണക്കുകൂട്ടലുകളാണ്. ജയിലറകൾ കണ്ടും നിരോധനങ്ങൾ നേരിട്ടും പോലീസ് വിമർശനം സഹിച്ചും രക്തസാക്ഷിത്വങ്ങൾ ഏറ്റുവാങ്ങിയും വളർന്ന പ്രസ്ഥാനമാണിതെന്നാണ് പത്രം ഓർമ്മിപ്പിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകുന്നില്ല. FIRൽ പേര് വരുന്നതുകൊണ്ടും റെയ്ഡ് നടക്കുന്നതുകൊണ്ടും മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതുകൊണ്ടും കുറ്റം തെളിയുന്നില്ല. കുറ്റം തെളിയേണ്ടത് കോടതിയിലാണെന്നും ദേശാഭിമാനി പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.